എടാ എനിക്ക് ഇത്തിരി റൊട്ടി താടാ. എന്നാടാ കഴിച്ചോടാ. വിശക്കുന്നുണ്ടോ? അതൊന്നുമല്ല, നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എൻ്റെ ഈ ചെറിയ വയറിന് വിശക്കുമ്പോ നിങ്ങൾക്ക് വിശക്കില്ലേ? പിന്നെ ഇന്നാ ഈ അവല് കഴിച്ചോ. കഴിക്ക്, അമ്മ തന്നതാ, നല്ല രുചിയുണ്ടാവും. ദൈവത്തെ വിചാരിക്കണോ? എങ്ങനെ? ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണം. ഭഗവാൻ എവിടെയാണുള്ളത്? വീടിനടുത്തുള്ള അമ്പലത്തിലുണ്ട്. അപ്പോ നാട്ടിലുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ പൂച്ചാണ്ടി വെറുതെ ഇരിക്കുമോ? അപ്പോ ഇത്രയും ദൈവങ്ങളില് ഏറ്റവും വലിയ ദൈവമാരാ? ആ ദൈവം വലുത്, ഈ ദൈവം വലുതെന്നൊക്കെ നമ്മളാണ് വ്യത്യാസം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും നോക്കാൻ പാടില്ലേ? ദൈവങ്ങളെല്ലാം ഒന്നാന്നാ തോന്നുന്നേ. ഈ സത്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. വിളിക്കുന്ന പേരുകളിലൊക്കെ വ്യത്യാസമുണ്ടാകാം, എന്നാൽ ഏത് ദൈവത്തെ വിളിച്ചാലും ദൈവം എല്ലാവരോടും സംസാരിക്കും. മനുഷ്യൻ പഞ്ചയജ്ഞങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചാൽ മാത്രമേ. പഞ്ചയജ്ഞങ്ങൾ എന്നാൽ എന്താണ് ദേവ? ആദ്യത്തേത് ദേവയജ്ഞം, രണ്ടാമത്തേത് ഋഷിയജ്ഞം, മൂന്നാമത്തേത് പിതൃയജ്ഞം, നാലാമത്തേത് ഭൂതയജ്ഞം, അഞ്ചാമത്തേത് മനുഷ്യയജ്ഞം. ഇതെപ്പോഴും പ്രാവർത്തികമാക്കി ദൈവത്തെ ആരാധിച്ചാൽ അപ്പോൾ ദൈവം ഭക്തനോട് ചേരും. ചേച്ചി, അതെ ചേച്ചി. എന്നെയാണോ ചേച്ചി എന്ന് വിളിക്കുന്നത്? ചേച്ചിയെ ചേച്ചി എന്ന് വിളിക്കുന്നതിലല്ലേ സന്തോഷം? അതല്ലേ നമ്മൾ സഹോദരി സഹോദര ബന്ധം. നമ്മുടെ ബന്ധം ഇപ്പോൾ തുടങ്ങിയതല്ല, പല ജന്മങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മായി, ഇത് പക്കീറാണ്. പക്കീർ ദാ വരുന്നു. അല്ലാ രക്ഷിക്കട്ടെ. മായി, ഇത് പക്കീറാണ്. ഇപ്പൊ ഒന്നുമില്ല, പിന്നെ വാ, പോ. അല്ലാ മാലിക്. ചേച്ചി, പക്കീർ എത്തിയിട്ടോ? ആ അനിയ ദാ വരുന്നു. അനിയ, സായി വന്നു അല്ലേ? സായി,
अल्लाह तेरा पाले करेगा. അനിയ, വെയിലത്തുനിന്ന് വന്നതല്ലേ, കുറച്ചു നേരം ഇരുന്നോളൂ. ചേച്ചി, നിങ്ങളുടെ സ്നേഹവാത്സല്യ കുളിരിൽ ആ വെയിലും കുളിരണിഞ്ഞു. അനിയ, നിനക്ക് ദിവസവും എൻ്റെ കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി തരാം. എന്നെ അനുഗ്രഹിച്ച് ആ വരപ്രസാദം തരൂ. ചേച്ചി, ഈ അനുജൻ ചേച്ചിയുടെ വാക്കുകൾ തിരസ്കരിക്കില്ല. പക്ഷേ വിശന്നിരിക്കുമ്പോൾ ചേച്ചിയെപ്പോലുള്ള അമ്മമാർ നൽകുന്ന റൊട്ടിക്കഷ്ണങ്ങൾ ഈ പക്കീറിന് നൽകുന്ന വിരുന്നു സദ്യയാണ്. പക്ഷേ വിശപ്പ് ഈ ശരീരത്തിന് മാത്രമാണ്, ആത്മാവിനല്ല. ഞാൻ എവിടെയായിരുന്നാലും ഈ സമയങ്ങളിലൊക്കെ ചേച്ചി നൽകുന്ന റൊട്ടിക്കഷ്ണങ്ങളാണ് കഴിക്കാറ്. അല്ലാ തേരി പാല കരേഗ. അനിയ, നാളെ തീർച്ചയായിട്ടും വരുമല്ലോ അല്ലേ? നിനക്ക് നിവേദ്യം തന്നാലേ ഈ ചേച്ചിക്ക് തൃപ്തിയാവുകയുള്ളൂ. എന്താന്ന്, ഈ പക്കീർ അമ്മയുടെ അനിയനാണെന്നോ? മോന്റെ അമ്മയുടെ അനുജൻ, മോന്റെ അമ്മാവൻ. അമ്മാവനാണെന്നോ? അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ കളിക്കാൻ വരുമോ? കളിക്കാൻ വരാമല്ലോ. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ ദിവസവും കൂടെ കളിക്കാൻ വരാം. ആഹാ, ഈ അമ്മാവൻ നല്ലയാളാ. അനിയ, ഇവന്റെ കുസൃതി ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുക. കൂടിക്കോട്ടെ ചേച്ചി, ഇവൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരാണ് ചെയ്യുക? അമ്മാവാ, വൈകുന്നേരം വരണേ, നമുക്ക് രണ്ടിരിക്കും കൂടി ഗോലി കളിക്കാം. ശരി, ആദ്യം നീ അകത്ത് പോയി ആഹാരം കഴിക്കാം. അമ്മ, എനിക്ക് വിശക്കുന്നു, അകത്തേക്ക് വന്നേ. അല്ലാ മാലിക്. അമ്മേ, വിശക്കുന്നു. ആ, അതെ വരുന്നു. ഞാനാ ജയിച്ചേ. ഈ ഗോലി മുഴുവൻ എന്റെയാ. മായി, ഇത് പക്കീറാണ്. ഞാൻ ജോലിയിലാ, പൊക്കോ പൊക്കോ. അല്ലാ മാലിക്. മായി, ഇത് പക്കീറാണ്. ദാ വരുന്നു പക്കീറേ. അല്ലാ മാലിക്. മായി, ഇത് പക്കീറാണ്. ദാ ഇപ്പൊ വരാം പക്കീറേ. അല്ലാ മാലിക്.
അങ്ങയ്ക്ക് പുണ്യം കിട്ടും. ഒരു പിടി ചോറ് തരൂ. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ, ഒരാൾ പോലും കരുണ കാണിക്കുന്നില്ലല്ലോ. ഈ കുഷ്ഠരോഗിയുടെ വിശപ്പ് എങ്ങനെ തീരും അമ്മ? വല്ലതും തരൂ അമ്മ. കൈയെടുത്ത് തൊഴാൻ ഞാൻ. എന്തെങ്കിലും തരൂ അമ്മ. കണ്ടിട്ടും കാണാതെ പോവല്ലേ അമ്മ. ചാകാനും പറ്റാണ്ട് ജീവിക്കാനും പറ്റാണ്ട് മരിച്ചുകൊണ്ടിരിക്കുക. ഏത് ജന്മത്തിൽ ചെയ്ത പാവമാണോ എന്തോ എനിക്കിങ്ങനെ ഒരു ഗതി വരാൻ. എന്റെ കയ്യിൽ എന്തെങ്കിലും തന്നിട്ട് പോകൂ. ഞാൻ വേണമെങ്കിൽ തൊഴുതു പറയാം. അങ്ങുന്നേ, ഈ പാവത്തിനോട് കുറച്ച് കരുണ കാണിക്കൂ. അങ്ങുന്നേ. ബാബുജി, നിങ്ങളെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. ഇതാ ഈ റൊട്ടി കഴിക്കൂ. അങ്ങുന്നേ, കുറച്ച് മാറി നിൽക്കൂ. സാരമില്ല, വാങ്ങിക്കോളൂ. ബാബുജി, വെയിലത്ത് നടക്കുന്ന ഒഴിവാക്കി എവിടെയെങ്കിലും തണലത്ത് പോയിരുന്നൂടെ? അങ്ങുന്നേ, ഈ നാട്ടിൽ എന്നെ കണ്ടാൽ എല്ലാവരും ചീത്ത പറയും. നാട്ടിലെല്ലാവരും എന്നെ കണ്ടാ ഉടനെ ശപിക്കാൻ തുടങ്ങും. എല്ലാവരും എന്നെ കണ്ടാ മുഖം തിരിച്ച് നടക്കും. വിശന്ന് തളർന്നു പോയി. നിങ്ങൾ എന്നോട് കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ വിശന്ന് ഞാൻ മരിച്ചു പോയേനെ. വിഷമിക്കേണ്ട ബാബുജി. പൂർവജന്മം കൃതം പാപം വ്യാധിരൂപേണ പീഠിതേ എന്ന പോലെ നമ്മുടെ വിധി നാം അനുഭവിച്ചേ മതിയാകൂ. നമ്മുടെ മുജ്ജന്മ പാപങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്നത്. സാധിക്കുന്ന വിധം ദൈവത്തെ ഓർത്ത് ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കും. സുഖദുഃഖങ്ങൾ വെയിലും മഴയും പോലെയാണ്. ഏത് വന്നാലും ആ ദൈവം തന്നതാണെന്നോർത്ത് സ്വീകരിക്കണം. നിന്നെ കണ്ട് വെറുക്കുന്നവരെ നീ വെറുക്കാതെ അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുക. നിന്റെ വിധി മാറിയതിനു ശേഷം നിനക്ക് മോക്ഷം ലഭിക്കും. അത് ഈ ജന്മത്തിലുമാകാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലുമാകാം. ഫലമേതായിരുന്നാലും ദൈവം നൽകിയ ജീവിതം അവിടുത്തെ നാമത്തെ സ്തുതിച്ച് ജീവിക്കണം. നിങ്ങൾക്ക് ആ ദൈവം മനസമാധാനവും ക്ഷമയും നൽകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. സഹോദര, ആദ്യം കഴിക്കൂ. ശരി സ്വാമി. എന്താ ശ്യാമ, ഗാഢമായ ചിന്തയിലാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ മഹത്സ്യാപതി, ആ കുട്ടികൾ പള്ളിക്കൂടവും പഠിത്തമൊന്നുമില്ലാതെ എങ്ങനെ നശിച്ചു പോകുന്നു. ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. ഇവര് ചെറിയ കുട്ടികളാ, ഒന്നും അറിയില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന ഇവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ ഇങ്ങനെ കഴിച്ചുവിട്ടാ എന്താ പറയേ? അത് സത്യ. ഇവരെങ്ങനെ നല്ല വഴിക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, അടിച്ചാൽ കരയുകയും ചെയ്യും. അവന്റെ കൂടെ കളിക്കരുതെന്ന് പറഞ്ഞാൽ നീ കേട്ടോ? എന്നിട്ടിപ്പോ കരഞ്ഞോണ്ടിരിക്കുക. അവൻ എന്നെ പറ്റിക്കോന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറ്റിച്ചോന്നല്ല, കളിച്ച് ജയിച്ചതാ. വേണേ ഒന്നുകൂടെ കളിച്ചു നോക്കാം. ജയിച്ച ഈ ഗോലിയൊക്കെ നീ എടുത്തോ. എന്റെ അടുത്ത് ഗോലിയൊന്നുമില്ലല്ലോ. എന്റെ ഗോലി നീയല്ലേ എടുത്ത. എന്റെ ഗോലിതാ.
എന്താ മോനെ, എന്തിനാ കരയുന്നേ? എന്റെ ഗോലിയൊക്കെ അവൻ എടുത്തുണ്ടോയി. ഇവൻ പറയുന്ന നുണയാ. കളിച്ചു തോറ്റുപോയി. ഞാനാ ജയിച്ചേ. ഈ ഗോലി മുഴുവൻ എന്റെയാ. സത്യമാണോ? അങ്ങനെയൊന്നും അല്ല, അവൻ കള്ളക്കളി കളിച്ച് ജയിച്ചതാ. അറിഞ്ഞിട്ടും നീ എന്തിനാ കളിച്ചത്? ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അറിയില്ലെങ്കിൽ കളിക്കാൻ പാടില്ലല്ലോ. ശരിയാ, ആ ഗോലി എന്റെ അല്ല, ചേട്ടന്റെയാ. ഇതവൻ അറിഞ്ഞാ എന്നെ അടിക്കും വഴക്കും പറയും. എന്നുവെച്ചാ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്നാണോ? കാണാതെ എടുത്തുണ്ടെന്നതാ. അതിനാണ് മോഷണം എന്ന് പറയുന്നത്. മോഷണം എന്താന്ന് എനിക്കറിയില്ല. മോഷ്ടിക്കുന്നത് തെറ്റല്ലേ? തെറ്റാ. ഇനി എന്ത് ചെയ്യാനാ? സാരില്ലടാ, ഞാൻ തരാം. നീ കളിക്ക്, നിന്റെ ഗോലി തിരിച്ചു പിടിക്ക്. അവൻ ഇനിയും പറ്റിച്ച നിന്റെ ഗോലിയും കൂടി പോയി കിട്ടും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ കളിക്കൂ, ഞാൻ നിന്നെ ജയിപ്പിക്കാം. നിങ്ങൾ എന്നെ ജയിപ്പിക്കോ? എന്നാ ഞാൻ കളിക്കാം. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണം. ഞാൻ ജയിപ്പിച്ചാൽ എനിക്കെന്തു തരും? എന്തു ചോദിച്ചാലും തരാം. വാക്ക് മാറില്ലല്ലോ? വാക്കുമാറില്ല, സത്യം. അങ്ങനെയെങ്കിൽ ഗോലി അവിടെ കൊണ്ടുവയ്ക്കൂ. വാടാ, ഒന്നുകൂടെ കളിക്കാം. ഇനി എറിയാൻ പറ. ഈ വട്ടത്തിന്ന് ഒരു ഗോലിയെങ്കിലും പുറത്തു വന്നാ എല്ലാ ഗോലിയും അവന്റെയാ. മഹർഷ്യാപതി സ്വാമി, അത് കണ്ടില്ലേ? ബാബയും കുട്ടികളുടെ കൂടെ കളിക്കുക. പിന്നെ ഈ കുട്ടികളെ ആരും നന്നാക്കും? നോക്കിക്കോ ശ്യാമ, നിങ്ങൾക്കത് മനസ്സിലാവും. ബാബാ, അവൻ കുറെ ദൂരത്താ വെച്ചിരിക്കുന്നേ. സാരമില്ല മോനെ, ആ ഗോലികൾ അടുത്തായി കാണണമെങ്കിൽ ഒരു കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് നോക്കുക. ശരിക്കും കാണുന്നുണ്ട്. ഇപ്പോ എന്തു കാണുന്നു? ഗോലികള്, അതിന് ചുറ്റും വട്ടം. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. കാണുന്നുണ്ട്. ഇപ്പോൾ എന്തു കാണുന്നു? ഗോലികൾ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഉറപ്പായും അതിൽ കൊള്ളും എന്ന് വിചാരിച്ച് ഗോലി അങ്ങോട്ടെറിയ. നീ ജയിച്ചതല്ല, അമ്മാവൻ നിന്നെ ജയിപ്പിച്ചതാ. അതെ അതെ. അപ്പോ ജയിച്ചാൽ ചോദിച്ചത് തരാമെന്ന് പറഞ്ഞില്ലേ? അതെ. നിങ്ങൾ ഒരു കാരണവശാലും നുണ പറയാൻ പാടില്ല, മോഷ്ടിക്കാനും പാടില്ല. നുണ പറയില്ല, മോഷ്ടിക്കേയില്ല. വേറൊരു പ്രധാന കാര്യം, മാതാപിതാക്കളെ അനുസരിക്കണം. അനുസരിക്കാം. ഗുരുഭൂതന്മാരെ ദൈവതുല്യരായി കാണണം. കണ്ടോളാം. ഇപ്പൊ മനസ്സിലായോ ശ്യാമ? ആര് വേണമെങ്കിലും മാറ്റാനുള്ള ശക്തി അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കുകയും വേണം. ശരി. സമയം വിലപ്പെട്ടതാണ്, അത് പോയാൽ തിരിച്ചു വരില്ല. അതുകൊണ്ട് എപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലായോ? അമ്മാവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. വാടാ, പള്ളിക്കൂടത്തിൽ പോവാ. ആഹാ, മന്ത്രം ചെയ്തതുപോലെ കുട്ടികൾ എത്ര മനോഹരമായിട്ട് വന്നിരിക്കുന്നു നോക്കിക്കേ. മഹർഷ്യാ സ്വാമി, എന്ത് അത്ഭുതം നോക്കിയേ.
നമസ്തേ സായി. നമസ്തേ ദേവ. ആ, ആ. ശ്യാമ, ദേവ, കുട്ടികളോട് കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കണം. അവർ നമ്മുടെ ഭാവി തലമുറയല്ലേ. നാടിൻ്റെ പൈതൃകവും സംസ്കാരവും മുറുകെ പിടിച്ച് നാളെ ഇവർക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. നമുക്കെന്ത് കാര്യമെന്ന് വിചാരിച്ച് അവഗണിച്ചാൽ നാം ചരിത്രത്തിൽ നിന്ന് പുറത്തായി പോകും. നാളെ നമ്മളെല്ലാവരും ചരിത്രമില്ലാതാക്കിയവരെ പോലെയാകും. ലോകത്തെ നാളെ നാം അവരിലൂടെയാണ് കാണേണ്ടത്. അവർ കാണേണ്ട വഴി ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഭൂമിയിലെ ഗുരുക്കന്മാർ മാതാപിതാക്കൾ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു കുറവുകളുമില്ലാതെ കുട്ടികളെ മനസ്സിലാക്കി പഠിപ്പിക്കണം. അതു കഴിഞ്ഞ് ഈ സദ്ഗുരുവിൻ്റെ ഭാരം ആ ജഗദീശ്വരൻ താങ്ങിക്കൊള്ളും. അല്ലാ മാലിക്.